ഇവിടെ പെൻസിൽ ഇങ്ങ് കുറച്ച് ഭാഗത്തിട്ടുണ്ട്, അതിന് ചാർജ് ചെയ്യുന്നില്ല, ഒന്നുമില്ല, അവര് നോക്കുന്നില്ല. ഞാൻ ചോദിക്കാൻ ഫെൻസിങ് ഇവിടെ മൊത്തം ഇല്ല, ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. അതിപ്പം പിന്നെ ബാറ്ററി ചാർജ് ചെയ്യുന്നില്ല, നോക്കുന്നില്ല, അവര് അതിനകത്ത് ചാർജ് ഇല്ല. കാർഡ് പിടിച്ചു കൊടുക്കും. കാർഡ് പിടിച്ചു കൊടുക്കും. ഇങ്ങനത്തെ ഇതിപ്പോ പെൻസിൽ ഇങ്ങടാനുള്ള ഫണ്ടൊക്കെ ഉണ്ട്, അവര് ചെയ്യുന്നില്ല. അതൊക്കെയാ പ്രശ്നം. ഒരു കുറച്ച് ഭാഗത്ത് ഇട്ടാ മതി. ആണല്ലേ? പകലെപ്പോഴായാലും ആന ഇവിടെ പകല് പിന്നെ ആ മേലഭാഗത്തുണ്ടെന്നാ പറഞ്ഞ, ഞാൻ കണ്ടിട്ടില്ല. ഈ വഴിക്കാ ഇങ്ങ് വന്നത്. എന്നിട്ട് ഇതിലിറങ്ങിയിട്ട് ഇതുണ്ടല്ലോ കാപ്പി, ഇതിലിറങ്ങിയില്ല. കാൽപ്പഴം ഇത് പിന്നെ രണ്ടു വലിയ കൊമ്പനാ. പോർച്ചുകാർ പറഞ്ഞത് വലുതാന്നാ, അവരെപ്പോഴും കാണുന്നുണ്ട്. ഇതൊക്കെ ആന. ഇത് ഈ വാഴ കണ്ടില്ലേ, അവിടെയൊക്കെ വന്നാലേ കാപ്പി അവിടെയാ കളഞ്ഞത്. അതിന്റെ ആയിരിക്കും. ഇന്നലെ വെളുപ്പിനാന്നത്, നേരം വെളുത്ത. ഇന്ന് രാത്രി ഇറങ്ങിയില്ലല്ലോ. ഇന്ന് രാത്രിക്ക് ആ ഭാഗത്തോട്ടെന്നാ പറഞ്ഞത്. ആ തേയില മരുന്നടിക്കുന്നവര് അവിടുന്ന് പടക്കം പൊട്ടിക്കുന്നുണ്ട്. ഇന്നലെ പറഞ്ഞ അവിടുന്ന് പിന്നെ പോർച്ചിലോട്ട് കയറിയിട്ടുണ്ടെന്ന്. ആളുകൾ താഴോട്ട് ഇറങ്ങി പോകുമ്പോ അതിനനുസരിച്ച് ആന താഴോട്ട് വരുവാണ്. തീറ്റ കൂടുതൽ ഇപ്പം താഴോട്ടാ. പിന്നെ മേലെ മേലെ റിസോർട്ടുകളാ കൂടുതൽ. റിസോർട്ടുകളുടെ പ്രശ്നം ഇതിൻ്റെ അകത്തൊരു കാരണമുണ്ട്. മെയിൻ പ്രശ്നം അതാ, എനിക്ക് തോന്നുന്നു അങ്ങനെയാ. റിസോർട്ടുകൾ രാത്രി DJ പരിപാടി അല്ലേ, സൗണ്ടും പരിപാടി അല്ലേ, ലൈറ്റും. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വെള്ളമുണ്ട മംഗലശ്ശേരി മല എന്ന് പറയുന്ന പ്രദേശത്താണ്. ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാട്ടാന പ്രശ്നമാണ്. അതിരൂക്ഷമായിട്ട് കാട്ടാന ശല്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ കുറേ മുകളിലായിട്ട് ഉള്ള ഒരു സ്ഥലമാണ്, മലയുടെ മുകളിലാണ്. പക്ഷേ അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനകളെത്തി നിരവധി കൃഷികളും കാര്യങ്ങളൊക്കെയാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഇതേ പ്രദേശത്ത് തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ ഒരു പുലി പശുവിനെ പിടിച്ച ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടത്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇച്ചിരി മുകളിലേക്ക് കയറണം. മിക്ക ആളുകളും ഈ ഒരു പ്രദേശം വിട്ട് ഒഴിഞ്ഞു പോയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പറമ്പുകൾ മാത്രമേ ഉള്ളൂ, ഇവിടെ ആളുകളൊന്നും താമസിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഉദ്ദേശിക്കാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഊഹിക്കാവുന്നേ ഉള്ളൂ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. ഏതായാലും നമുക്ക് ആ ഒരു പ്രദേശം ഒന്ന് നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെടാം കേട്ടോ. നമ്മളിപ്പോൾ അത്യാവശ്യം മുകളിലേക്ക് കയറി. നമുക്ക് ആ ഒരു മലയൊക്കെ കാണുമ്പോൾ അറിയാം, അതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. അത്യാവശ്യം മുകളിലുള്ള ഒരു പ്രദേശം കേട്ടോ. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ കാട്ടാന ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോഴും ഈ മലയുടെ അങ്ങേ സൈഡിൽ കാട്ടാന ഉണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും നമുക്ക് ആ പ്രദേശത്തേക്ക് പോകാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ ഒരു ഷാജി. ഇത് മംഗലശ്ശേരി മല അല്ലേ? മംഗലശ്ശേരി മല. ഇവിടെ ഇപ്പോൾ ആളുകൾ താമസിക്കുന്നുണ്ടോ? ഇപ്പോൾ ആദ്യകാലത്തുണ്ടായിരുന്നു. ഇപ്പം മൃഗങ്ങളെ കൊണ്ട് ഇപ്പോൾ എല്ലാവരും പുറത്ത് താഴോട്ട് പോകും. താഴേക്ക് ഇറങ്ങി. പറമ്പുകളൊക്കെ അതുപോലെ തന്നെയുണ്ട്. പറമ്പുകളുണ്ട്. ഇതിപ്പോൾ വിട്ടു വെച്ച് പോകാൻ പറ്റുന്നില്ല. അതെ. ചേട്ടൻ്റെ വീട് ഈ അടുത്ത് തന്നെയല്ല? അതിൻ്റെ താഴെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ആന വന്നായിരുന്നു അല്ലേ? കഴിഞ്ഞ പിന്നെ ശനിയാഴ്ച വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 ദിവസം മിനിയാന്ന് തോന്നുന്നു അല്ലേ? വാഴകളും അതവിടെ കാണാം. ഒത്തിരി നശിപ്പിച്ചിട്ടുണ്ടല്ലേ? അങ്ങോട്ടൊന്ന് പോവാം. ഇത് ഇവിടെ ഇരുന്നാൽ മതിയോ? ഏതാ? അതോടെ ഇരുന്നോട്ടെ. ഇവിടെ പ്രധാനമായിട്ട് എന്തൊക്കെയാ കൃഷി ചെയ്യുന്നത്? ഇവിടെ പിന്നെ തേയിലയുണ്ട്, കുറേ ഭാഗം തേയില. മുകളിലേക്ക് തേയില തൊട്ടുണ്ട്. ഏലം ഉണ്ടായിരുന്നു, ഏലം എല്ലാം പോയി. കാപ്പിയാ കൂടുതൽ. പൊടിയെല്ലാം പോവാ ഉണ്ടോ, ഇങ്ങനെ പോവാ. മിക്കതും ഒരാളുടെ പറമ്പ് തന്നെയാണോ ഇത്? പിന്നെ 24 ഏക്കർ ഒരാളുടെ അല്ലേ? പിന്നെ ഒരു DTTC പിന്നെ തേയിലച്ചപ്പെടുക്കുന്ന ദീപു, അയാളെ കൊണ്ട് ഒരുപാട്. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന പറമ്പ് അറിയാം. ഇത് പിന്നെ ഫിലിപ്പ് എന്ന് പറഞ്ഞ ഫിലിപ്പ് സാറ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം മൊത്തം തേയിലത്തോട്ടം മറ്റും കേട്ടോ. ആനയല്ലാതെ മറ്റ് ജീവികൾ ഏതൊക്കെയാലും ഒക്കെ വരുന്നുണ്ട് ഇവിടെ. പുലി ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം പുലി വന്നായിരുന്നു. കാട്ടി എപ്പോഴും തന്നെ വരുന്നുണ്ട്. കാട്ടുപോത്ത് നിങ്ങൾ എപ്പോഴും നേരിട്ട് കണ്ടിട്ടുണ്ടോ? കാട്ടീനെ കണ്ടിട്ടുണ്ട്. ആണല്ലേ? ഉപദ്രവം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല. അത് അങ്ങോട്ട് പോവും. ആണല്ലേ? ആന അതിലെ ഇറങ്ങിയിട്ട് ഷെഡിൻ്റെ അവിടെ കാൽപ്പഴം കാണിച്ചത്, അവിടെ ഒരുപാട് നശിപ്പിച്ചത്. കാൽപ്പഴം ഇതിലേ അങ്ങ് വന്നത്. ഇതിലെ കയറിയാൽ അത് അവിടുന്ന് ആ റോട്ടിൽ നിന്നാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാം. അങ്ങനെ പോവാം. അതിലെ പറിച്ചിട്ട് ഇതിലെങ്ങനെ ആണല്ലേ? പിന്നെ മുകളിലേക്ക് ഫോറസ്റ്റാ? മേലോട്ട് പിന്നെ കുറച്ച് അത് ഫോറസ്റ്റാ കാണുന്നല്ലേ? ഫോറസ്റ്റ് ആട്ടോ. അടുത്ത് തന്നെ ഫോറസ്റ്റ് ഉണ്ട്.
ഇതൊക്കെ റിസോർട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആണല്ലേ? ഇതേതാ വഴി? ഇത് 12-ാം മൈലിലോട്ട് പോവാം. ഇതൊക്കെ ആന. ഇത് ഈ വാഴ ഉണ്ടല്ലേ? അവിടെയൊക്കെ വന്നാലേ? കാപ്പി അവിടെയാണ് കളഞ്ഞത്. ഓഹോ. ഇതാ അങ്ങനെ ചവിട്ടിക്കൂട്ടി അതിൻ്റെ കാഷ്ടങ്ങളൊക്കെ അവിടെ അപ്പുറത്തുണ്ട്. അതൊക്കെ ആയിരിക്കില്ല റിസോർട്ടിൻ്റെ? പണി അത് കഴിഞ്ഞില്ല, പണി കഴിഞ്ഞില്ല. അതൊക്കെ ഇവിടെ തന്നെ നിങ്ങൾ തന്നെയാ? അല്ല, അത് വേറെ പിന്നെ നാദാപുരംകാരെ. അല്ലേ? അത് വേറെ പറമ്പില്ല. പിണ്ട അവിടെ കിടക്കുന്ന? പിണ്ട അവിടെ ഉണ്ട്. പന അവിടെ പന പൊട്ടിച്ചത്. നമുക്കിത് കണ്ടിട്ട് 5-6 കാപ്പി ഇവിടെ ഒടിച്ചു കളഞ്ഞത്. ശരി ശരി. കുറെ കാപ്പി കളഞ്ഞോ? ഒരു 5-6 അവിടെ വാഴ ഉണ്ടായിരുന്നു, അത് തിന്നാൻ വേണ്ടി. പകലെപ്പോഴായാലും ആന ഇവിടെ? പകല് പിന്നെ ആ മേലഭാഗത്തുണ്ടെന്നാ പറഞ്ഞത്, ഞാൻ കണ്ടിട്ടില്ല. ആണല്ലേ? ഈ വഴിക്കാ അങ്ങ് വന്നത്. ഓഹോ. എന്നിട്ട് ഇതിലിറങ്ങിയിട്ട് ഇതുണ്ടല്ലോ കാപ്പി. ഇതിലിറങ്ങിയില്ല. ഇവിടെ കാപ്പി അവിടെ ഒരു 3-4 കാപ്പി. വാഴയും കാപ്പി എല്ലാം കൂടെ കൂടി നിൽക്കുന്നിടത്തല്ലേ? അതിൻ്റെ അപ്പുറത്തും ഉണ്ട് അല്ലേ? ഇതിലിങ്ങനെ ഇങ്ങനെ പോയതേ? ഇങ്ങനെ പോയിട്ട് അവിടെ ഒരു വാഴ അവിടെ അന്നേരം 2 മനസ്സിലായി. കാപ്പി അവിടെയും പറിച്ചു. എന്നിട്ട് പിന്നെ തിരിച്ചയില വന്ന്. വാഴയായിരുന്നു ലക്ഷ്യം അല്ലേ? വാഴ. എന്നിട്ട് ആ കൂടെ കാപ്പിയും പറിച്ചു കളഞ്ഞു പോയില്ലേ? ഇതിലാട്ടെ ഇറങ്ങിയേക്കാൻ നമുക്ക് ഇറങ്ങിയേക്കുന്നൊരു പാടും കാര്യങ്ങളൊക്കെ കാണാം. മുകളിലേക്ക് വല്ലതും കളഞ്ഞിട്ടുണ്ടോ? മേലോട്ട് കളഞ്ഞിട്ടില്ല. ഈ റോട്ടിൽ കൂടെ തന്നെ? മേലോട്ട് അന്ന് വന്നപ്പോൾ ഒരു പന അവിടെ, അതങ്ങ് ഇച്ചിരി മേലെയാ. റോട്ടിൽ കൂടെ തന്നെ വന്നേ? ഈ റോട്ടിൽ കൂടെ തന്നെ. എന്നാ എന്തായിരിക്കും പോവാം. പന ഇവിടെയാ പൊട്ടിച്ചെടുക്കുന്നത്. ആദ്യ ദിവസം വന്നത് അതാ ഇത് ഈ ബിൽഡിങ്ങിന്റെ പുറകില് അവിടെ ഒരു പന ഉണ്ടായിരുന്നു. അത് അവിടെ കളഞ്ഞല്ലേ? എന്നിട്ട് പിന്നെ ആ തേയിലക്കകത്തോട്ട് അതിൽ വട്ടം കറങ്ങി കുറെ പുല്ലും തേയില ഉണ്ടല്ലേ? ഇത് പിന്നെ ഇതിലേ വന്നിട്ട് ഇതും പൊട്ടിച്ച് പിന്നെ ഈ വഴിക്ക് തന്നെ അങ്ങോട്ട് പോവാം. ചേട്ടനായിരിക്കുമല്ലോ ഈ പറമ്പ് നോക്കി നടത്തുന്നത്? ഞാനാ ഇവിടെ പിന്നെ പണിക്കാരെ വേണേൽ വിളിക്കുകയും ചെയ്യാം. കുറച്ച് ദിവസമായിട്ട് പണിക്കാരില്ല. ഇന്നലെ അവിടെ പണിക്കാരുണ്ടായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു ലീവാ. ഇതൊക്കെ കാൽപ്പാട് ഇന്നലത്തെ മഴയ്ക്ക്. ഒത്തിരി വലിയ ആനയല്ലേ? വലിയ ആന അത്. വലുതാന്നാ പറഞ്ഞത്. കാൽപ്പാട് ഇത് പിന്നെ 2 വലിയ കൊമ്പനാ. പോർച്ചുകാർ പറഞ്ഞത് വലുതാന്നാ. അവരെപ്പോഴും കാണുന്നുണ്ട്. ഞാൻ മറ്റേത് മാത്രമേ കണ്ടുള്ളൂ. വലുത് അത്യാവശ്യം വലിപ്പമുണ്ട്. ഇതൊക്കെ വലിച്ചു പറിച്ചുകൊണ്ട് പോയതായിരിക്കും അല്ലേ വാഴ? അതിലെ ചിലപ്പം മണ്ണെടുത്തിട്ടേക്കുന്നുണ്ടല്ലേ? ഇതിലൊന്നും താഴിയല്ല. ഇതൊക്കെ അത് ചേട്ടിയാ? അത്രയും വലിപ്പമുള്ള ഇത്. ഇന്നലെ വൈകുന്നേരം മഴ പെയ്തു. അതിൻ്റെ ആയിരിക്കും അല്ലേ? ഇന്നലെ വെളുപ്പിനാന്നത്. നേരം വെളുത്ത പിന്നെ ഇന്ന് രാത്രി ഇറങ്ങിയില്ലല്ലോ? ഇന്ന് രാത്രിക്ക് ആ ഭാഗത്തുണ്ടെന്നാ പറഞ്ഞത്. ആ തേയില മരുന്നടിക്കുന്നവര് അവിടുന്ന് പടക്കം പൊട്ടിക്കുന്നുണ്ട്. ഇന്നലെ പറഞ്ഞ അവിടുന്ന് പിന്നെ പോർച്ചിലോട്ട് കയറിയിട്ടുണ്ടെന്ന്. അതായത് നിങ്ങൾ പണിയെടുക്കുമ്പോഴും അപ്പുറം ഇപ്പുറമൊക്കെ ആനയുണ്ട്? ഉണ്ട്. ഇതൊക്കെയാണ് മറിച്ച് കൊണ്ടുപോയത് കേട്ടോ. ഇതിൻ്റെ വഴി ബ്ലോക്കായിട്ട് ഇന്നലെ അത് കഴിഞ്ഞിട്ട് ബിജത്ത് വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് വെട്ടി മാറ്റിയതാ. അതാരാ? വയനാട് ഡിവിഷനിലെ. മറിച്ച് കളഞ്ഞാലേ? ഇത് ഇവിടെ കയറി കുത്തി പൊളിച്ചൊരു 2 എണ്ണത്തിൽ ഒരെണ്ണം ഇങ്ങനെ കൃത്യമായിട്ട് അത് ഉന്തി. ഒന്ന് കടിച്ച് ഇനിയിപ്പോൾ അടുത്ത തിന്നാൻ വരും. അടുത്ത ദിവസം അല്ലേ? പനയാട്ടോ ഈ കിടക്കുന്നത്. ആന മറിച്ചിട്ടേക്കുന്നതാണ്. ഇത് ബാക്കി തിന്നാ? മൊത്തം തിന്നാന്നേ. ഇങ്ങോട്ട് മാറ്റിയിട്ടതാ. ഈ ചോറ് മുഴുവനും തിന്നാ. എന്നിട്ടില്ല കാൽപ്പാട് അവിടെ കയറി നിന്ന് കൊമ്പോട്ട് കുത്തി മറ്റേ പന കുത്തിയിട്ടുണ്ട്.
ചോട്ടി കയറിയില്ലേ? ഇവിടെ മൊത്തം ഒരു ആനച്ചൂരാണല്ലോ. ആ അത് ആ വഴിക്കെല്ലാം പിന്നെ തൂറിയിട്ടുണ്ട് ആണല്ലേ, കാഷ്ടിച്ചിട്ടുണ്ട്. കിടക്കുന്നു. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെയാ പോയെ? ഇവിടുന്ന് ഈ വഴിക്ക് തന്നെ അങ്ങോട്ട് പോയി. അല്ലേ, ഓലയൊന്നും വേണ്ട ഇതിന്? ഓല തിന്നുന്നില്ല, ഇതാ തിന്നുന്നത്. ഇതിന് മധുരമുണ്ട്. ഇതാ തിന്നുന്നു. നമ്മുടെ ഈ നാട്ടിലുള്ള ആനകൾക്കൊക്കെ ഈ ഓലയല്ലേ കൊടുക്കുന്നത്? ആ, നാട്ടിലുള്ള അത് ഇതിന് പിന്നെ ഓല തിന്നുന്നില്ല. അടുത്ത റൗണ്ട് ഇനിയും വരുമായിരിക്കും അല്ലേ? അത് പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ വരും. മുകളിലത്തെ ഇവിടെ ഒന്നും പോയി നോക്കിയല്ലോ ജസ്റ്റ്. ആ, അവിടെ ഒന്നും പിന്നെ വന്നിട്ട് പിന്നെ വന്നത് അങ്ങ് മേലെ ഒരു വഴിയുണ്ട്, അവിടെ ആവുന്നത് ആദ്യത്തെ ദിവസം. ഇതാണ് പറഞ്ഞ തേയിലത്തോട്ടല്ലേ? ആ, തേയിലത്തോട്ടം. ഇതിൻ്റെ അങ്ങനെ സൈഡിലുണ്ടെന്ന് പറഞ്ഞേ? ആ, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കാണാൻ പാകത്തിനൊന്നും കാണിയല്ലായിരിക്കും. ആ, അങ്ങനെ കാണിയില്ല. അതിപ്പോൾ കുറച്ചുകാർ ഉണ്ടെങ്കിൽ ഇന്ന സ്ഥലത്താണെന്ന് അറിയാം അവർക്ക്. ഇപ്പോൾ അവിടെ നിന്നാൽ ടൗണുകളും എല്ലാം കാണാം. ആണല്ലേ. ഇവിടെ ഒരു റിസോർട്ടുണ്ട്. എൻ്റെ കാല് ആരും ഉണ്ട്? അത് കെണിക്കാത്തങ്ങാണ്ട് പോണത് ആണോ? ഇത് വരാൻ കാരണം അപ്പുറത്തൊക്കെ വൈൻ പ്ലാന്റ് വലിയ റിസോർട്ടുകളുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത് ഇങ്ങ് വന്നത്. അവിടെ നിന്നുള്ളല്ലേ? ആ, അവിടെ പാട്ടും ഇതിന് നിൽക്കാൻ പറ്റണ്ടേ? ഓ, രാത്രി ഭയങ്കര പരിപാടിയായിരിക്കും. ആ, എല്ലായിടത്തും ഇത് തന്നെയല്ലേ. ഇതിപ്പോ ആ വഴിക്ക് അങ്ങോട്ടാ പോയേക്കണത്. ഈ കാണുന്നല്ലേ വെള്ളമുണ്ട? വെള്ളമുണ്ട കാണുന്ന അത് ചുവന്ന ബോർഡിന്റെ അപ്പുറത്ത്. ആ ചുവന്ന ബോർഡ് കാണുന്നതിന്റെ അവിടെ ആണല്ലേ. വെള്ളമുണ്ട ടൗണ്. ഇപ്പുറത്തെ ഇതോ? അത് കുറവാ? കുറവൊന്നുമല്ല. അല്ലല്ലേ. ആ, ഇത് പിന്നെ ചമ്പറംകുഴി ഇങ്ങനെ കണ്ടത്തോയില്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷൻ മനസ്സിലായല്ലോ. അത്യാവശ്യം അത് ഒരു മലയുടെ മുകളിലായിട്ട് നിൽക്കുന്നത്. അതാണ് ഏരിയ. ഇവിടെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എത്ര വർഷമായിട്ട് നിങ്ങൾക്ക് ഈ ആനയുടെ പ്രശ്നമുണ്ട്? ഇതിപ്പം പിന്നെ ആന ഇപ്പോഴാ കാര്യമായിട്ട് വന്നത്. ഇതിപ്പോ അപ്പുറത്തെ ഭാഗത്ത് വരും, ഇങ്ങോട്ട് അങ്ങനെ വന്നിട്ടില്ല. ഇപ്പൊ ഈ വർഷം അങ്ങനെ ഇറങ്ങുന്നില്ലായിരുന്നു. ആന വരുന്നില്ല. പിന്നെ മേലെ കാട്ടുപോത്തൊക്കെ ഉണ്ട്. കാട്ടുപോത്ത് വരുന്നുണ്ട്, പുലിയും വന്നു. ആന ആദ്യമായിട്ട് വരുന്നത്. ആന ഇപ്പൊ 2 പ്രാവശ്യം അല്ല. അതിന് പിന്നെ ഇത്രയും വർഷങ്ങൾക്കിടയ്ക്കും അങ്ങനെ വന്നിട്ടില്ല. ഇതിന്റെ തൊട്ടപ്പുറത്തെ പറമ്പിൽ വരും. അവർ പടക്കം പൊട്ടിച്ച് കയറ്റി വിടും. ഇങ്ങോട്ട് വരുന്നില്ല. ഇപ്പൊ തൊട്ടപ്പുറത്തെ പറമ്പിലെ ആളുകൾ ഇപ്പോഴും ഉണ്ടോ? പിന്നെ അവരൊക്കെ താഴോട്ട് പോയി. അപ്പൊ അവിടെ പടക്കം പൊട്ടിക്കാൻ ആളില്ലാതെ വന്നപ്പോൾ ഫോറസ്റ്റുകാരോ വന്ന് പൊട്ടിക്കണത്. അവർ പേരിനൊന്ന് പൊട്ടിച്ച് ഇന്നലെ വന്നപ്പോഴും 2 പടക്കം പൊട്ടിച്ചിട്ട് അവര് പോയി. അല്ലേ. അപ്പൊ രാത്രിക്കൊക്കെ ഒന്ന് വന്ന് അവര് വരുന്നില്ല. അല്ല, ആളുകൾ താഴോട്ട് ഇറങ്ങി പോകുമ്പോ അതിനനുസരിച്ച് ആന താഴോട്ട് വരുവാണ്. തീറ്റ കൂടുതൽ ഇപ്പം താഴോട്ടാ. അതെ. പിന്നെ മേലെ റിസോർട്ടുകളാ കൂടുതൽ. റിസോർട്ടുകളുടെ പ്രശ്നം ഇതിൻ്റെ അകത്തൊരു കാരണമുണ്ട്. മെയിൻ പ്രശ്നം അതാ, എനിക്ക് തോന്നുന്നത് അങ്ങനെയാ. റിസോർട്ടുകൾ രാത്രി DJ പരിപാടി അല്ലേ, സൗണ്ടും പരിപാടി അല്ലേ, ലൈറ്റും. അത് സ്വാഭാവികമായിട്ടും ഈ ആനകൾക്ക് ഇങ്ങോട്ട് വരുമോ, മൃഗങ്ങൾക്ക് ശല്യമാകും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇറങ്ങും. ഇങ്ങോട്ട് വരുമോ അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഏരിയയിൽ എത്ര കുടുംബം ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ? ഇവിടെ 10-60 കുടുംബം ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര ഉണ്ട്? ഇപ്പൊ ഇവിടെ ആരുമില്ല. എല്ലാവരും പോയി. ഞാൻ ഈ വരുന്ന വഴിക്ക് ഒരു 1.25 കിലോമീറ്റർ താഴെ വരെ വീടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വീടൊന്നും കണ്ടിട്ടില്ല. ഈ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാവരും ഇവിടുന്ന് കുടിയിറങ്ങി പോയതാണ്. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആനകളും ആ കൂടെ തന്നെ താഴേക്ക് ഇറങ്ങാണ്. ശല്യങ്ങളും മറ്റ് തടസ്സങ്ങളും ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആനകളും മറ്റു മൃഗങ്ങളെല്ലാം താഴേക്ക് ഇറങ്ങാണ്. അതായത് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ട് ഈ വന്യമൃഗ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആകുകയില്ലെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് കേട്ടോ ഇത്. വനത്തിനോട് ചേർന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. വനവും നാടും കാടും തമ്മിൽ വേർതിരിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമേ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളൂ. അത് പല സ്ഥലത്തുനിന്നും നമുക്ക് പല രീതിയിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ ആളുകളെ മാറ്റി പാർപ്പിച്ചുകൊണ്ടൊന്നും ഈ വന്യമൃഗ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഉണ്ടാകാൻ പോകുന്നില്ല. ആനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇറങ്ങുന്ന ആനകൾ സ്ഥിരം ഇറങ്ങുന്ന ആന പിന്നെ ഇറങ്ങൂല. ഇറങ്ങും. ഇവിടെ ഫെൻസിലിങ് കുറച്ച് ഭാഗത്തിട്ടുണ്ട്, അതിന് ചാർജ് ചെയ്യുന്നില്ല, ഒന്നുമില്ല, അവര് നോക്കുന്നില്ല. അത് ഞാൻ ചോദിക്കാൻ പറ്റും. ഫെൻസിങ് ഇവിടെ മൊത്തം ഇല്ല, ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. അതിപ്പം പിന്നെ ബാലറ്റ് ചാർജ് ചെയ്യുന്നില്ല, നോക്കുന്നില്ല, അവര് അതിനകത്ത് ചാർജ് ഇല്ല. കാട് പിടിച്ചു കൊടുക്കും. ഇങ്ങനത്തെ ഇതിപ്പം പെൻസിലിങ്ങിടാനുള്ള ഫണ്ടൊക്കെ ഉണ്ട്, അവർ ചെയ്യുന്നില്ല. ഓഹോ, അതൊക്കെയാ പ്രശ്നം. ഒരു കുറച്ച് ഭാഗത്തിട്ടാ മതി. ആണല്ലേ. ഫെൻസിങ് ഇല്ലാത്തതും, അതായത് കൃത്യമായിട്ടുള്ള ആനകളെ തടയാനുള്ള മറ്റു മാർഗങ്ങളൊന്നും ഇവിടെ ഇല്ല. അത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഈ പറയുന്ന പോലെ റിസോർട്ടുകളുടെ എണ്ണം കൂടിയതും ഇതിൻ്റെ അകത്ത് നല്ലൊരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. റിസോർട്ടുകളിൽ രാത്രി സമയങ്ങളിൽ DJയും മറ്റ് ലൈറ്റ് ഷോയും പരിപാടിയൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മൃഗങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് താഴേക്ക് ഇറങ്ങി തുടങ്ങും. അതും ഇതിനകത്തൊരു വലിയ കാരണം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു. നമ്മൾ ഈ പ്രദേശങ്ങളൊക്കെ ഏകദേശം കണ്ടു. ഇതുപോലെ ഈ പ്രദേശത്തൊന്നും അങ്ങനെ ആന ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമല്ല. ഇപ്പോൾ അധികം നാളായാലും ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അത് സത്യമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ചേട്ടൻ, ഞാൻ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ഞാൻ ചോദിച്ച ചോദ്യം അതായിരുന്നു, തൊട്ടപ്പുറത്തുള്ള പ്രദേശത്തുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അവരൊക്കെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആനയ്ക്കും മറ്റു മൃഗങ്ങൾക്കൊന്നും ഒരു തടസ്സവും ഇല്ലാതെ, അല്ലെങ്കിൽ ആരും ഇതുങ്ങളെ പേടിപ്പിച്ച് ഓടിക്കാനൊന്നും ഇല്ലാതെ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും താഴേക്ക് ഇറങ്ങണം. പിന്നെ ഫെൻസിങ്ങിൻ്റെ കാര്യവും പറഞ്ഞു. അതും ഒട്ടും ക്ലിയർ അല്ല. ഇവിടെ പല സ്ഥലത്തും ഇല്ല, ഉള്ള സാധനം കറക്റ്റായിട്ട് വർക്കാവുന്നില്ല എന്നുള്ളതാണ് ആ ചേട്ടൻ പറഞ്ഞത് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വന്യമൃഗങ്ങൾ താഴേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൂടാതെ റിസോർട്ടുകളുടെ അതിപ്രസരം. ഇപ്പോൾ ഈ റിസോർട്ടുകളിലൊക്കെ രാത്രി സമയങ്ങളിൽ പാട്ടും പരിപാടിയും ലൈറ്റ് ഷോയും ഡിസ്റ്റർബൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മൃഗങ്ങൾ അടുത്ത സൈഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. അത് നമ്മൾ പല എപ്പിസോഡുകളിലും കണ്ടിട്ടുള്ളതാണ്. അതും ഇതിനകത്തൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ശാശ്വതമായ മാർഗം എന്ന് പറയുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളതല്ല, കാടും നാടും വേർതിരിച്ച് കൃത്യമായിട്ട് അതിർത്തികൾ അല്ലെങ്കിൽ ട്രെഞ്ചോ ഇലക്ട്രിക് ഫെൻസിങ്ങോ റോപ്പ് ഫെൻസിങ്ങോ റെയിൽ ഫെൻസിങ്ങോ ഒക്കെ കൃത്യമായിട്ട് അത് എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ പണിത് വെക്കുകയാണെങ്കിൽ, അത് മെയിൻ്റെനൻസും കൂടെ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നത്തിനൊക്കെ കുറേ പരിഹാരവും. അല്ലാതെ നമ്മൾ പണിത് വെച്ചിട്ട് പിന്നെ മെയിൻ്റെനൻസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും ഒരു ഉപകാരവും ഇല്ലാതാണ്. ഏതായാലും ഇതൊക്കെ തന്നെയാണ് മിക്ക പ്രദേശങ്ങളിലെയും, വയനാട്ടിലുള്ള മിക്ക പ്രദേശങ്ങളിലെയും കർഷകരുടെ അവസ്ഥ എന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട. നമ്മൾ തന്നെ നിരവധി തവണ പല എപ്പിസോഡുകളിലെയും കണ്ടിട്ടുള്ളതാണ്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.